മണിക്കൂറിൽ 1.5 ടൺ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ചാഫ് കട്ടർ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഉന്തിക്കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ പുല്ല് ഉന്തി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെഷീനിൽ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി വലിച്ച് കട്ട് ചെയ്തോളും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹൈ ക്വാളിറ്റി ബ്ലേഡ് കാരണം നിങ്ങൾക്ക് എത്ര രൂപ പൈസ ലാഭമാണെന്ന് അറിയാവോ? നമസ്കാരം കർഷക സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഒരു പശു ഫാം ആട് ഫാം വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പശുവിന് ഏറ്റവും ആവശ്യം എന്താണ്? തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പശുവിന് ഇപ്പോൾ തീറ്റപ്പുല്ല് നല്ലൊരു തീറ്റപ്പുല്ല് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കത്തില്ല. നമ്മൾ അപ്പോൾ എന്ത് ചെയ്യും? കൈ കൊണ്ട് വെട്ടി എറിഞ്ഞ് കൊടുക്കും. അപ്പോൾ എന്താ പശു ആണെങ്കിൽ പശു എന്താണ്? ഇല മാത്രം കഴിക്കും, തണ്ട് അങ്ങനെ ഇടും. അപ്പോൾ അവരുടെ ഉള്ളിൽ പോഷകാഹാരം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം എന്താണ്? ഒരു ചാഫ് കട്ട് വാങ്ങിക്കാനാണ്. അപ്പോൾ ഒരു ചാഫ് കട്ട് എവിടെ നിന്ന് വാങ്ങിക്കണം, എന്തൊക്കെ നോക്കി വാങ്ങിക്കണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാഫ് കട്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് നോക്കിയാൽ ബ്ലേഡാണ്. നമ്മുടെ MDMൽ നമ്മൾ ഹൈ ക്വാളിറ്റിയിലെ ഹാർഡനിങ് ബ്ലേഡാണ് കൊടുത്തിട്ടുള്ളത്. മറ്റ് കമ്പനിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ചൈനീസ് ബ്ലേഡ് ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തേഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയും ചെയ്യും. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ MDMലെ ഹാർഡനിങ് ബ്ലേഡ് നമ്മൾ എന്തോരം നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നശിച്ചു പോയി, ചീത്തയിൽ പോയി, ഡാമേജ് പോയി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. അടുത്തതായിട്ട് ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ടത് നമ്മൾ മോട്ടറാണ്. നമ്മുടെ MDMൽ ഓൺ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ കോപ്പർ വൈൻഡിങ് മോട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വരത്തില്ല, പെട്ടെന്ന് ഡാമേജ് ആകുന്നില്ല. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അലൂമിനിയം വൈൻഡിങ് മോട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ആവും, ഹീറ്റിംഗ് ഇഷ്യൂ വരികയും ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ചാഫ് കട്ടർ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മോട്ടർ കോപ്പർ വൈൻഡിങ് ആണോ എന്ന് ചെക്ക് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളിതിൽ മോട്ടർ നോക്കുകയാണെങ്കിൽ നമ്മൾ 3 HP സിംഗിൾ ഫേസിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസിൽ ഒരു ലാഗും ഉണ്ടാകത്തില്ല. നമുക്ക് വീട്ടിലെ കറണ്ടിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് 3 HP കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1 മണിക്കൂറിൽ 1.5 ടൺ ഔട്ട്പുട്ട് വരെ കിട്ടുന്നതാണ്. നമ്മളിതിൽ ഹോർസോളർ ടൈപ്പ് ചാഫ് കട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻപുട്ട് ട്രേ മടക്കി വെച്ചിട്ട് നമുക്ക് നീറ്റായിട്ട് ഒരു സ്ഥലത്ത് വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് കൺസപ്ഷനും എടുക്കത്തില്ല. ഇത് കൈവച്ച് നമ്മൾ ഉന്തി പുല്ല് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. നമ്മളിതിൽ പുല്ലൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് തന്നെ എടുത്ത് കട്ട് ചെയ്തോളും. അതും നമുക്ക് 1/2 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പശു ആണെങ്കിൽ ആടാണെങ്കിൽ പുല്ല് വേസ്റ്റിയാണ്, മുഴുവനായിട്ട് കഴിക്കുകയും ചെയ്യും. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ പല സൈസിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുല്ല് വേസ്റ്റേജ് ഒരുപാടുണ്ടാവും. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഉന്തിക്കൊണ്ട് നടന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ടയർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഉന്തിക്കൊണ്ട് നടന്ന് എവിടെ വെച്ചാണെങ്കിലും പുല്ല് കട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ മാസ്റ്റർ 30 ചാഫ് കട്ടറിൻ്റെ വാറൻറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലേഡിന് നമ്മൾ 5 വർഷത്തെ വാറൻറ്റിയാണ് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ മോട്ടറിന് 1 വർഷത്തെ വാറൻറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രത്യേകതകൾ ഈ മാസ്റ്റർ 30 ചാഫ് കട്ടറിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഉടനെ സ്ക്രീനിൽ കാണാൻ ഞാൻ വിളിക്കും, നിങ്ങളുടെ മിഷൻ ബുക്ക് ചെയ്യും.